ആദ്യത്തെ രണ്ട് പ്രധാന നോവലുകളും കുറേയധികം കഥകളും പട്ടാളത്തെക്കുറിച്ച് പട്ടാളത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. മറ്റൊരു നോവൽ ഓണാട്ടുകര, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പ്രദേശത്തേക്ക് അമേരിക്കൻ താലൂക്കിൻ്റെ കിഴക്കൻ പ്രദേശത്ത് ഓണാട്ടുകരയിലെ സംസ്ഥാനങ്ങൾ അവസാനിച്ചിട്ട് കുന്നും മലയൊക്കെ തുടങ്ങുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ്. ആ നാട്ടിലെ ആളുകൾക്ക് അവരതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. കാര്യം നെൽകൃഷി കൂടാതെ കരകൃഷി, കപ്പയൊക്കെ കൃഷി ചെയ്യുന്ന പറ്റിയ സ്ഥലമാണ് അവിടെ. ആ കൃഷി കൂടെ ചേർന്നുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പാറപ്പുറത്തൊക്കെ. പിന്നെ സുറിയാനി ക്രിസ്ത്യാനി പശ്ചാത്തലമുണ്ട്. സുറിയാനി ക്രിസ്ത്യാനികളാണ് കഥാപാത്രങ്ങളധികം. എഴുത്തുകാരനും അതാണ്. ശൈലിയിൽ ഒരു പരിധിവരെയൊക്കെ ബൈബിൾ ശൈലിയൊക്കെ വരും. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് മാത്രം എഴുതിയിട്ടുള്ളതില്ല, അതൊക്കെ പറയാം. അപ്പം ഇതൊക്കെ ആണോ പാറപ്പുറത്ത് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് പാറപ്പുറത്ത്, ഇതൊക്കെ എല്ലാവരും വെച്ചാൽ. പക്ഷേ ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാം. അതിനെ ആണെന്ന് തീർത്ത് പറയാൻ പ്രയാസം. കാരണം ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന രാമകൃഷ്ണൻ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തിരിച്ച് പറയാം. ബാക്കി കാര്യങ്ങൾ രാമകൃഷ്ണൻ പറഞ്ഞു. ഇതൊക്കെയാണ് പാറപ്പുറത്തെന്ന് പറയുമ്പോഴും ആദ്യത്തെ നോവൽ നീളമണിഞ്ഞ കാൽപ്പാട്. ആ നോവൽ കൊണ്ടാണ്